അപ്പോൾ മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തമുണ്ടോ? അതായത് കൃഷി വകുപ്പിൽ പോലും കൃഷിമന്ത്രി അറിയാതെ CPM മന്ത്രിമാർ കാര്യം നടത്തുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ പതാവൻ ശശിയെക്കുറിച്ച് പിന്നെ കൂടുതലൊന്നും ഞാൻ പറഞ്ഞു. ഇവിടെ ഈ ആശുപത്രിയെക്കുറിച്ച് പറഞ്ഞത് ഈ 30-ാം തീയതിക്ക് ശേഷം ഡയാലിസിസ് അവസാനിപ്പിക്കാൻ പോവാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുടെ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. അത് കഴിഞ്ഞാൽ കിഡ്നി പേഷ്യൻസാണ് രണ്ടാമത് ഏറ്റവും കൂടുതൽ. ഈ കിഡ്നി പേഷ്യൻസിന് ഏതെങ്കിലും പ്രത്യേക കാലയളവിലല്ല ചികിത്സ എന്ന് പറയുന്നത്. ഡയാലിസിസ് ഒരു തുടർ പ്രക്രിയ. അതായത് ഇത്ര പേഷ്യൻറ്റിന് എന്നുള്ള കണക്കില്ല. മുഴുവൻ കിഡ്നി പേഷ്യൻസും ഡയാലിസിസിന് വിധേയരാകുന്നവർ. എൻ്റെ ദിവസത്തിൻ്റെ കണക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇവിടെ 30-ാം തീയതി മുതൽ ഇത് അവസാനിപ്പിച്ച് വർക്കലയിലെ മറ്റുള്ള ആശുപത്രിയിലേക്ക് മാറ്റുമെന്ന് പറയുമ്പോൾ പല ഡയാലിസിസ് യൂണിറ്റുകളിലും ഇപ്പോൾ സ്പോട്ടില്ലാത്ത അവസ്ഥ. അങ്ങനെ അത്രയേറെ ഫുള്ളാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വേറെയുണ്ട്. ഈ നഗരത്തിൽ ജനറൽ ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റ് ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. മെഡിക്കൽ കോളേജിലെ ചില ഡയാലിസിസ് യൂണിറ്റുകൾ പ്രവർത്തനം അവസാനിപ്പിച്ചു. കാരണം മെഷീൻ കേടുവന്നിട്ട് അത് റിപ്പയർ ചെയ്യാനുള്ള സംവിധാനങ്ങളില്ല. അതായത് പുതിയ മെഷീൻ കൊണ്ടുവന്ന് റീപ്ലേസ് ചെയ്യാനുള്ള ഏർപ്പാടില്ല. അപ്പൊ അതിന്റെ ദുരന്തം എന്ന് പറയുന്നത് ഇവരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് അയക്കേണ്ടി വരിക. വളരെ ചുരുക്കം ചില സംഘടനക്കാര് മാത്രമേ ഈ ഫ്രീ ഡയാലിസിസ് കൊടുക്കുന്നുള്ളൂ. അതും ഒരു 100 പേരെ കാശ് കൊടുത്ത് ചെയ്യുമ്പോൾ ഒരു 5 പേര് ഫ്രീ കൊടുക്കും. കാരണം എനിക്ക് അവിടെ ഒരുപാട് ചാരിറ്റബിൾ സംഘടനകളുണ്ട്. ഞാൻ കുറെ കാലം ജനപ്രതിനിധി ആയിരുന്ന ആളാണ്. അതുകൊണ്ട് എനിക്കറിയാം ഇതിൻ്റെയൊക്കെ സംവിധാനങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ ഒരു പാവപ്പെട്ട രോഗി ഡയാലിസിസ് നടത്താൻ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോകുമ്പോൾ അയാൾക്ക് നിരന്തരമായി മഞ്ഞക്കാടുണ്ടെങ്കിൽ പോലും സ്വകാര്യ ആശുപത്രിയിൽ അവർ പറയുന്ന റേറ്റ് കൊടുക്കും.